ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി 16:13 വാക്യത്തിൽ, അപ്പോൾ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ഇവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയുടെ മിസ്രൈമ്യ ദാസിയായ ഹാഗാർ സാറായിയുടെ കണ്ണിനാൽ അവൾ നിന്ദിതയായപ്പോൾ അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ യാത്രാമധ്യയിൽ ദൈവത്തിന്റെ ദൂതൻ അവളെ കാണുകയും അവളെ ബലപ്പെടുത്തുകയും ദൈവിക വാഗ്ദത്തങ്ങൾ അവൾക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ സമയം അവൾ പറയുകയാണ്, അപ്പോൾ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇമ പോലും അണയാതെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ടെന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത്. നല്ലൊരു സുപ്രഭാതത്തിൽ അവൾ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നും വെറും കൈയായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. കയ്യിൽ അപ്പവും ഒരു തുരുത്തി വീഞ്ഞുമായി എങ്ങോട്ടൊന്നില്ലാതെ അവൾ യാത്ര തിരിച്ചു. ബാലന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ദൂരത്ത് മാറിയിരുന്ന കരഞ്ഞ ഹാഗാറിന് മുമ്പിൽ വീണ്ടും ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി. ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കുമെന്ന ഹാഗാറിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുക. അതുകൊണ്ട് തന്നെ ബാലന്റെ നിലവിളി കേൾക്കാതിരിപ്പാൻ യഹോവയ്ക്ക് കഴിഞ്ഞില്ല. 21:18 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. അതിന്റെ 19 വാക്യത്തിൽ ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. നാം ദൈവിക വാഗ്ദത്തങ്ങൾ ചുമക്കുന്നവരാണോ? നമ്മെ കാണുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്കായി പുതുവഴികളെ തുറക്കുവാൻ മതിയായവനാണ്. എന്നാൽ അവ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.